ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ലോകമെമ്പാടുമുള്ള ഷോപ്പുകളിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് തെഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഷോപ്പിൽ നിന്ന് പല സാധനങ്ങളും മോഷണം പോവുക. പലപ്പോഴും ഷോപ്പിനകത്ത് നിന്നും ഷോപ്പിന് പുറത്ത് നിന്നും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഓൺട്രപ്രണേഴ്സ് വളരെ കഷ്ടത്തിലാണ്. ഓൺട്രപ്രണേഴ്സിന് റീറ്റെയിൽ ഷോപ്പിലെ തെഫ്റ്റ് അഥവാ മോഷണം കൺട്രോൾ ചെയ്യുന്നതിനുള്ള 5 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള CCTV ക്യാമറകൾ, സെക്യൂരിറ്റി ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക കൂടി വേണം. അത് മോണിറ്റർ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അത് മോണിറ്റർ ചെയ്യാൻ ഒരാളെ ചുമതലപ്പെടുത്തുകയും വേണം. അപ്പോൾ കൃത്യമായി ഈ ക്യാമറകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടി കൃത്യമായി ബോധ്യപ്പെടുത്തണം. കാരണം ഇങ്ങനെ ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ കുറച്ചൊന്ന് കോഷ്യസ് ആവും. ഒരാൾ മോഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ക്യാമറയുണ്ട് എന്ന് കാണുമ്പോൾ അവരൊന്ന് കോഷ്യസ് ആവുകയും ചിലപ്പോൾ എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ CCTV ക്യാമറകൾ വെക്കുകയും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അത് അവിടെ ഉണ്ട് എന്നുള്ളത് എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തേത് EAS ആണ്, ഇലക്ട്രോണിക് ആർട്ടിക്കിൾ സർവേലൻസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടാഗുകൾ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമ്മളിത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗേറ്റുകളും അവൈലബിൾ ആണ്. പല ഷോപ്പുകളിലും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബില്ല് ചെയ്യാതെ ഏതെങ്കിലും ഒരു സാധനം എടുത്ത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു അലാം ശബ്ദിക്കുന്നത് കാണാം. പലപ്പോഴും ഒരു അലാറം അടിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും അത്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ടാഗുകൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളിലും ഒട്ടിച്ചു വെക്കുകയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഗേറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന സമയത്ത് പേ ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അലാം ശബ്ദിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലായിടത്തും ഇത് കറക്റ്റായി ഒട്ടിച്ചു വരിക, ഈ ടാഗ് കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളത്. എങ്കിൽ പോലും ഞാൻ യാതൊരു സംശയവും വേണ്ട, ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ മോഷണം പോകുന്ന വസ്തുക്കളുടെ ടോട്ടൽ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ചിലവ് എന്നുള്ളത്. അപ്പോൾ EAS നടപ്പിലാക്കാൻ ശ്രമിക്കുക. അടുത്തത് കൃത്യമായിട്ടുള്ള സ്റ്റോർ ലേഔട്ടും ഡിസൈൻസുമാണ്. പലപ്പോഴും നമ്മൾ നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ, പ്രത്യേകിച്ചും ബ്രാൻഡഡ് ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലേഔട്ട് വളരെ കൃത്യമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടോട്ടലി കാണാൻ പറ്റുന്ന തരത്തിലേക്ക്, വിസിബിൾ ആവുന്ന തരത്തിലേക്കുള്ള ലേഔട്ടുകളാണ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ലേഔട്ട് 2 കാര്യങ്ങൾക്കാണ് ഉപകരിക്കുക. ഒന്ന്, അവിടെയുള്ള സ്റ്റാഫിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ കാണാൻ പറ്റുന്ന ഒരു സംവിധാനം. ഒപ്പം തന്നെ ഈ CCTV ക്യാമറകൾ കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്യാപ്പുകൾ വിട്ടുകൊണ്ടുള്ള സംവിധാനം. അപ്പോൾ ഇത്തരത്തിൽ CCTV ക്യാമറകൾക്കും അവിടെ ഓൾറെഡി ഉള്ള സ്റ്റാഫിനും കൃത്യമായിട്ട് ഈ ലേഔട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വേണം ഇതിൻ്റെ ലേഔട്ട് സജ്ജീകരിക്കുന്നതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ മോഷണം നമുക്ക് ശരിക്കും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഹൈ വാല്യൂ ഐറ്റംസ് ഉണ്ടാവും. ഈ ഹൈ വാല്യൂ ഐറ്റംസിനെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഓപ്പണായി വിടാതെ പലപ്പോഴും ഒരു ലോക്കറിലോ അല്ലെങ്കിൽ ഗ്ലാസ് ഷെൽഫുകളിലോ ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം മാത്രം ആളുകളിൽ നിന്നുകൊണ്ട് എടുത്തു കൊടുക്കുന്ന അവസ്ഥ. പലപ്പോഴും വലിയ വാച്ചുകളും വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള പേനകളുമൊക്കെ പലപ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് പലപ്പോഴും കൃത്യമായിട്ടുള്ള ഡിസ്പ്ലേ ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് ലോക്ക് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഒക്കെ പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനെ മോണിറ്റർ ചെയ്യണം, കൃത്യമായി പരിപാലിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ അവിടെയും തെഫ്റ്റ് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ എംപ്ലോയീസിനെ കൃത്യമായിട്ട് ഇങ്ങനെ ഈ തെഫ്റ്റിൻ്റെ കാര്യത്തിൽ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു തെഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആളുകളോട് എങ്ങനെയായിരിക്കണം സമീപനം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു SOP ഉണ്ടായിരിക്കണം. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവർ ഡീൽ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല അയാൾ നുണ പറയുകയാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു പരിശീലനം കൂടി നമ്മുടെ സ്റ്റാഫിന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു തെഫ്റ്റ് പ്രിവെൻഷൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു തെഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാക്കാതെ അദ്ദേഹത്തിന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാഫിനെ കൂടി നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആൻഡ് ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കറക്റ്റായിട്ടുള്ള ഇൻവെൻട്രി കൺട്രോൾസും ഓഡിറ്റും ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരു 99% സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻവെൻട്രി കൺട്രോൾ അഥവാ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ കൃത്യത പോലും ഓണേഴ്സിന് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടാൽ പോലും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഓൺട്രപ്രണേഴ്സിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇൻവെൻട്രി എടുക്കുകയും കൃത്യമായി അത് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുക. ഒപ്പം തന്നെ ഫിസിക്കലായിട്ടുള്ള ഓഡിറ്റുകൾ, ഇൻവെൻട്രി ഓഡിറ്റുകൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ കണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
പലപ്പോഴും അല്ലെങ്കിൽ സംഭവിക്കുന്നത് വർഷത്തിലൊരിക്കലൊക്കെയാണ് പലപ്പോഴും സ്റ്റോക്കൊക്കെ കൃത്യമായിട്ടൊന്ന് എടുക്കുക. അപ്പോഴേക്കും വലിയ മിസ്മാച്ച്, കോടികളുടെ തന്നെ മിസ്മാച്ച് കണ്ടിട്ടുള്ള ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് കേരളത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇനിയും ഒരുപാട് ടെക്നിക്കുകളുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടെക്നിക്കുകൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഷോപ്പിലെ മോഷണം തടയുന്നതിലൂടെ നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റിൽ ചിലപ്പോൾ 1-2% കൂട്ടാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ശരിക്കും ശ്രദ്ധിച്ചോളൂ, മോഷണം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.